ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ചെമ്മീൻ കുരുമുളക് ഇട്ട് വരട്ടിയത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 250 ഗ്രാം ഉണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് 10-15 മിനിറ്റ് നേരം ഒന്ന് അടച്ചു മാറ്റി വെക്കാം. പിന്നെ നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. മിക്സിയുടെ ജാറിലോട്ട് 2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിപ്പമുള്ള 6 അരച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ടീസ്പൂണൊക്കെ വരുന്ന ആ ഒരു അളവിൽ 1.5 ഇഞ്ച് സൈസിൻ്റെ ഒരു പീസ് ഇഞ്ചി എടുത്തേക്കുന്നത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും അരച്ച് വരുമ്പോൾ 1.5 ടീസ്പൂൺ കാണണം, ആ ഒരു അളവിലാണ് എടുത്തേക്കുന്നത്. പിന്നെ 3 പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിയായിട്ടൊക്കെ അരച്ചേക്കുന്നത്. ഇനി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. മീഡിയം സൈസിലെ 15 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കുറച്ചൊരു മഞ്ഞ നിറമൊക്കെ ആകണം, അതുവരെ ഒന്ന് വഴറ്റാം. പുള്ളിയൊക്കെ വഴന്നിട്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആകാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയം വരെ വഴറ്റണം. ഇനി ഇതിലോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയത്തിനേക്കാളൊക്കെ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നല്ലതായിട്ടൊന്ന് വരണ്ട് വരണം. ഇതിപ്പോൾ നല്ലതായിട്ട് വരണ്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് ഇളക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, മീഡിയം ഫ്ലെയിമിലൊക്കെ. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം, 1-ാം പാൽ. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കിയിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ ഒരു 4 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയും കൊടുത്തായിരുന്നു. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് തിരിച്ചു അടച്ചു വെക്കണം, ഒരു 3-4 മിനിറ്റ് നേരം കൂടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണും കൂടെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആവണം. ഇതിപ്പം ഇച്ചിരി കൂടെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്, ഇത്രയും മതി. അതൊന്ന് പെരണ്ടിരിപ്പുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചെമ്മീൻ പെപ്പർ റോസ്റ്റ് ആയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.